ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു കാരമൽ പുഡിംഗ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ല. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ആകെ വേണ്ടത് മുട്ടയും പാലും പഞ്ചസാരയും മാത്രം. അതെല്ലാ വീടുകളിലും ഉണ്ടാവുമല്ലോ. എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാം. വളരെ ഈസി ആയിട്ടുള്ള ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുമല്ലോ. ആദ്യം തന്നെ നമുക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ഇത് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കുക. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഷുഗർ കാരമലൈസ് ചെയ്യുമ്പോൾ തീ വല്ലാതെ കുറച്ചും വെക്കരുത്, ഒരുപാട് കൂട്ടിയും വെക്കരുത്. കൂട്ടി വെച്ചാൽ ആ ഒരു കരിഞ്ഞ സ്വാദ് വരും. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കുക. പഞ്ചസാര ഉരുക്കി തുടങ്ങിയിട്ടുണ്ട്. ചെറുതായി കളർ ചേഞ്ച് ആയിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവട്ടെ, അതുവരെ ഇളക്കാം. ഇതാ ഇപ്പോൾ കളറൊക്കെ കറക്റ്റായി വരുന്നുണ്ട്. എല്ലാ ഭാഗത്തും ഒരുപോലെ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. മതി, ഇത്രയും ധാരാളം മതി. ഇനി ഇത് ഇപ്പം തന്നെ നമുക്ക് പുഡിംഗ് ഉണ്ടാക്കേണ്ട പാത്രത്തിലേക്ക് മാറ്റാം. ഏത് പാത്രത്തിലാണോ നമ്മൾ പുഡിംഗ് വേവിക്കാൻ പോകുന്നത് ആ പാത്രത്തിലേക്ക് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഈ ചൂടോടെ തന്നെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. സമയം വൈകിയാൽ ഇത് ഉറച്ചു പോകും. അടിഭാഗത്ത് നല്ലപോലെ സ്പ്രെഡായി വന്നിട്ടുണ്ട്. ഇത് അല്പസമയം കഴിയുമ്പോൾ ഇങ്ങനെ തന്നെ ഇരുന്ന് ഉറയ്ക്കും. ഇതിൻ്റെ മുകളിലാണ് നമ്മുടെ പുഡിംഗ് കൂട്ട് നമ്മൾ ഒഴിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വയ്ക്കാം. അതിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരു പാക്കറ്റ് പാലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര, ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്കും എടുത്തിരിക്കുന്നത്. ഇതും ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഈ പാൽ ഏതാണ്ട് വറ്റി കുറുകി ഒരു പകുതിയാകുന്നത് വരെയും വെക്കണം. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. തീ ഒട്ടും കൂട്ടുകയും വേണ്ട, മീഡിയം ഫ്ലെയിം മതി. അപ്പോഴേ നമ്മുടെ പുഡിംഗ് നല്ല സോഫ്റ്റായി വരും. ഇപ്പോൾ പാൽ വറ്റി ഏതാണ്ട് പകുതിയായിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. ഇതൊന്ന് തണുക്കട്ടെ. ആ സമയം കൊണ്ട് മറ്റൊരു ബൗളിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബീറ്ററൊന്നും വെച്ച് ബീറ്റ് ചെയ്യണ്ട, നല്ലപോലെ ഒന്ന് മിക്സ് ആയാൽ മാത്രം മതി. പതഞ്ഞു വരണ്ട, ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമ്മൾ വറ്റിച്ച് കുറുക്കിയെടുത്ത ആ പാൽ നല്ലപോലെ തണുത്ത ശേഷം വേണം ഒഴിക്കാനായിട്ട്. അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി മുട്ട ചേർക്കുമ്പോൾ സ്വാഭാവികമായും ആ ഒരു മുട്ടയുടെ സ്മെല്ലൊക്കെ ഉണ്ടാവും. അത് പോകാനായിട്ട് 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ കാരമൽ പുഡിങ്ങിനുള്ള കൂട്ട് റെഡിയായി. ഇനി ഇത് നേരത്തെ നമ്മൾ കാരമലൈസ് ചെയ്ത ഷുഗറാണ്, നല്ല ഉറച്ചിരിക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുന്നതിന് മുമ്പ് ഇതൊന്ന് അരിച്ചൊഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സോഫ്റ്റ് ടെക്സ്ചറായിട്ട് കിട്ടും. ഇതുപോലെ ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാം നല്ലപോലെ മിക്സ് ആവുകയും ചെയ്യും. തരികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതതിനകത്ത് പെടുകയുമില്ല. ഇനി നമുക്കിത് വെള്ളത്തിലിറക്കി വെച്ച് വേവിച്ചെടുക്കാം. ഇതൊരു അലുമിനിയം ഫോയിൽ കൊണ്ടൊന്ന് കവർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ആവി വെള്ളമൊക്കെ അതിനകത്തേക്ക് വീഴും. എന്നിട്ട് 2-3 ഹോൾസ് മാത്രം ഇട്ട് കൊടുക്കുക. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പുഡിങ്ങാണ്. പണ്ട് മുതലേ വെഡ്ഡിങ് റിസപ്ഷൻ അതുപോലുള്ള ഫംഗ്ഷൻസിനൊക്കെ നമ്മൾ കഴിക്കുന്ന ഒരു ഐറ്റമാണ്. ഇത് വീട്ടിൽ തന്നെ ഇനി ഉണ്ടാക്കി നോക്കൂ. അല്പം വെള്ളം തിളപ്പിച്ചെടുക്കാം. ഇത് തിളച്ച് കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മുടെ പുഡിംഗ് ഇറക്കി വെച്ച് വേവിച്ചെടുക്കാം. പാത്രം നല്ല സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊരു സ്റ്റാൻഡ് വെച്ചത്. ഇനി ഇത് അടച്ച് വെച്ചൊരു 20 മുതൽ 30 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 20 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് തുറന്ന് നോക്കണം. ഓവർ കുക്കും ആവണ്ട, അപ്പോൾ ആ സൈഡൊക്കെ വല്ലാതെ ഒന്ന് മുരിഞ്ഞു പോകും. 20 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഒന്ന് തുറന്ന് നോക്കാം. ഇങ്ങനെ തുറക്കുന്ന സമയത്ത് തീ നല്ലപോലെ കുറച്ച് വയ്ക്കുക, ഇല്ലെങ്കിൽ കയ്യിൽ ആവി അടിക്കും. ഒരു സ്ക്യൂർ കൊണ്ട് നമുക്കൊന്ന് കുത്തി നോക്കാം.
നല്ലപോലെ വെന്തിട്ടുണ്ട്, ഒട്ടും പറ്റിപ്പിടിക്കുന്നൊന്നുമില്ല. ഇനി ഇത് ഓഫ് ചെയ്തിടാം. നല്ലപോലെ തണുത്ത് റൂം ടെമ്പറേച്ചറിലേക്ക് വരണം. അതിനുശേഷം 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്, ഫ്രീസറിലേക്ക് വെക്കരുത്. ഇനി നമുക്ക് സൈഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് കമിഴ്ത്തിയെടുക്കാം. നമ്മുടെ ഈസി പുഡിംഗ് റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കണം, അപ്പോഴേ അതിൻ്റെ ടെക്സ്ചറൊക്കെ മനസ്സിലാവും. ഒന്ന് നടുക്കിലേക്ക് ഒതുക്കി വയ്ക്കാം. മധുരം അത്രയ്ക്ക് ഇഷ്ടമല്ലാത്തവർക്ക് പോലും ഇഷ്ടപ്പെടുന്ന ഒരു പുഡിംഗാണ്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കത്തി ഇറങ്ങുന്നത് അറിയുന്ന പോലുമില്ല, അത്രയും സോഫ്റ്റാണ്. ഇത് ഞാൻ എടുത്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ സോഫ്റ്റ്നെസ് എത്രത്തോളം ഉണ്ടെന്ന്. കാണാൻ കുറച്ചുകൂടെ ഭംഗിക്ക് വേണമെങ്കിൽ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ, വളരെ സോഫ്റ്റാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും സോഫ്റ്റ്. ഈ പുഡിംഗ് ഒന്ന് ഉണ്ടാക്കി നോക്കുമല്ലോ. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.